BEGE 144 അണ്ടർസ്റ്റാൻഡിങ് നോവലിലെ തേർഡ് ബ്ലോക്കായ പർജയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ലെവലിലുള്ള നോവലാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിച്ചത് കേറ്റ് ചോപ്പിൻ്റെ ഒരു അമേരിക്കൻ നോവലിസ്റ്റിൻ്റെ നോവലാണെങ്കിൽ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നോവലാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ബ്ലോക്കിൽ പഠിക്കാൻ പോകുന്നത് ഒരു കെനിയൻ, ഒരു ആഫ്രിക്കൻ ഇൻഹെറിറ്റൻസ് ഉള്ള നോവലാണ്. അപ്പോൾ നമ്മൾ ഈ പർജയിൽ 1945 പർജ ഗോപിനാഥ് മോഹന്തി എന്ന് പറയുന്ന ഒറിയൻ റൈറ്റർ, അദ്ദേഹം വൺ ഓഫ് ദ സെൻട്രൽ ഫിഗർ ഓഫ് ഒറിയൻ ലിറ്ററേച്ചറാണ് അദ്ദേഹം എഴുതുന്നത്. പക്ഷേ 1987 പിന്നെ അദ്ദേഹം എഴുതിയത് ഒരു ഒറിയൻ ഭാഷയിലാണ്. ബിക്രം കെ ദാസ് ആണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പർജ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്, അതായത് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. കോലാപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ, ഒറീസയിലെ ഡിസ്ട്രിക്റ്റിലെ ഒരു കമ്മ്യൂണിറ്റിയാണ് പർജ എന്ന് പറയുന്നത്. അവിടെയൊക്കെ നമുക്കറിയാം ഒരുപാട് രീതിയിലുള്ള ട്രൈബ്സ് താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഒറിയ, അതേപോലെ നോർത്തിലെ പിന്നെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ജനങ്ങളൊക്കെ ഇപ്പോഴും വളരെ കഷ്ടമാണെന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെ ഇതിൽ കാര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് അവരുടെ ഒരു ട്രഡീഷൻസ്, അവരുടെ കൾച്ചർ, അവരുടെ ഒരു ലൈഫ് സ്റ്റൈല് ഒക്കെയാണ്. അതേപോലെ എങ്ങനെയാണ് അപ്പർ ക്ലാസ്, അതായത് ഗവൺമെൻറ് നേരിട്ടല്ലെങ്കിലും അവരുടെ ഗവൺമെൻറ്റിൻ്റെ നിയമിച്ച സെർവൻസ് എങ്ങനെയാണ് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അതിൽ പിന്നെ മെഹന്തി എന്ന് പറയുന്നത്, അതായത് എഴുതിയ ഗോപിനാഥ് മെഹന്തി എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം ഒരു ഒറിയയിലെ ഘട്ടക്കിൽ നാഗബലി വില്ലേജിൽ ജീവിച്ച ഒരു ആളാണ്. അദ്ദേഹം പത്മഭൂഷൺ, അതേപോലെ ജ്ഞാനവേദി സാഹിത്യ അക്കാദമിയൊക്കെ നേടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സൊക്കെ കുറച്ച് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കിയാൽ മതി. പിന്നെ അദ്ദേഹം ട്രൈബൽ ലൈഫ്, അതേപോലെ സൈക്കോളജി, അതേപോലെ സ്പിരിച്വാലിറ്റി ഒക്കെ അദ്ദേഹത്തിൻ്റെ ഏരിയാസാണ്. അതെല്ലാം അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ. പിന്നെ ഈ ഒറിയൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ബംഗാളി ലിറ്ററേച്ചറിൻ്റെയും വെസ്റ്റേൺ ലിറ്ററേച്ചറിൻ്റെയും ഒരു ഇൻഫ്ലുവൻസ് ഒറിയൻ ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഇഷ്യൂസ്, ഈ ട്രൈബൽ പീപ്പിൾ ഫേസ് ചെയ്യുന്ന സോഷ്യൽ ഇഷ്യൂസും അവർ നേരിടുന്ന എക്സ്പ്ലോയിറ്റേഷനും അവരുടെ പെയിനും സഫറിങ്സും തന്നെയാണ് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദ പ്രൊട്ടോഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് ഇതേപോലെ ഒരു പർജ കമ്മ്യൂണിറ്റിയിലെ സുക്രജാനി എന്ന് പറയുന്ന ഒരു വിധവ, അദ്ദേഹത്തിൻ്റെ 4 മക്കളുണ്ട്. ഒന്നാമത് മാഞ്ചിയ ആൻഡ് തിക്ര എന്ന് പറയുന്ന 2 സൺസും, അതേപോലെ ബിലി ജിലി എന്ന് പറയുന്ന 2 ഡോട്ടേഴ്സും. ഇവരുടെ ലൈഫിലൂടെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി കടന്നു പോകുന്നത്. അവർ ഡേ ടു ഡേ ലൈഫിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യന്മാരാണെങ്കിൽ പോലും ഒരുപാട് രീതിയിൽ അവരുടേതായ സന്തോഷത്തിലൂടെ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ അവരുടെ ലൈഫിലേക്ക് ഒരുപാട് മിസ്ഫോർച്യൂൺസ് വരികയാണ്. അത് എന്താണെന്നുള്ള സ്റ്റോറിയാണ് ഇതിലൂടെ അദ്ദേഹം പറയുന്നത്. ആ സ്റ്റോറിയിലൂടെ നമുക്ക് ആ ഒരു ട്രൈബ്സിൻ്റെ കണ്ടീഷൻസും അവരെങ്ങനെയാണ് പിന്നെ അപ്പർ ക്ലാസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നും അവരുടെ ഫീലിങ്സും കാര്യങ്ങളും അവരുടെ കോസ്റ്റ്യൂംസും കൾച്ചറും ലൈഫ് സ്റ്റൈലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് 2 സൺസും ഉണ്ട്, ജിലിബിലി എന്ന് പറയുന്ന 2 ഡോട്ടേഴ്സും ഉണ്ട്. പിന്നെ അവർ വളരെ പുവറായിട്ടുള്ള സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പീപ്പിളാണ്. പക്ഷേ പിന്നെ ഉള്ളത് സന്തോഷം ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ അങ്ങനെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മൗണ്ടൻ പാസ് ഉണ്ട്, ഒരു അതായത് 2 സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് മൗണ്ടൻ പാസ് ഉണ്ട്. അത് ധരംപൂർ എന്നാണ് ഇതിനെ പറയുന്നത്. അത് ഈസ്റ്റേൺ ഗഡ്സിൻ്റെയും അതേപോലെ റായ്ഗഡ് എന്ന് പറയുന്ന 2 സ്ഥലങ്ങളെ ലിങ്ക് ചെയ്യുന്ന ഒരു മൗണ്ടൻ പാസ്സാണുള്ളത്. അപ്പോൾ അതും ആ മൗണ്ടൻ പാസും ഇതിലൊരു കഥാപാത്രമായിട്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സെറ്റിങ്സ് എന്നുള്ള രീതിയിലാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇവരുടെ ഒരു ലൈഫ് പോയിക്കൊണ്ടിരുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ മെൻ ഗോയിങ് ടു വർക്ക്സ് ഇൻ ഫീൽഡ് ആൻഡ് ഫീമെയിൽ ആൾവേസ് ടേക്ക് പ്ലേസ് ദയർ കിച്ചൺസ് ചോഴ്സ്, അതേപോലെ ഹൗസ് ഹോൾഡ് വർക്ക്സ്. അങ്ങനെ രീതിയിൽ സാധാരണ ഒരു എങ്ങനെയാണ് നമ്മുടെ പെട്രിയാർക്കൽ ഇന്ത്യൻ സൊസൈറ്റി ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ ഒരു മാറ്റമൊന്നുമില്ല. പിന്നെ
അവർക്കൊന്നും അവരൊക്കെ ഹാഫ് നേക്കഡായിട്ട് നടക്കുന്ന ആൾക്കാരായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഭവമൊന്നും അവർക്ക് കിട്ടിയിട്ടേ ഇല്ല. പിന്നെ അവിടെ ഒരുപാട് ഫോറസ്റ്റ് ഏരിയ ഉള്ള സ്ഥലമാണ് ഒറീസ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് ഉണ്ടായിരുന്നു. ആ ഫോറസ്റ്റ് പേരൊന്നും പറയുന്നില്ല, ഫോറസ്റ്റ് ഗാർഡ് ഉണ്ടായിരുന്നു. ആ ഫോറസ്റ്റ് ഗാർഡാണ് പ്രധാനമായിട്ടും ഈ ഫോറസ്റ്റ് ഗാർഡിനോട് ഈ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബഹുമാനമായിരുന്നു, ആ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരൊക്കെ. കാരണം ഇയാളൊരു സിവിൽ സർവൻ്റാണ്. അതേപോലെ ഇയാൾ ഈ ഒരു ഫോറസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ ആരെങ്കിലും അതിലേക്ക് അവിടുന്ന് മരം വെട്ടിക്കൊണ്ടുപോകുന്നുണ്ടോ നോക്കാനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആക്കിയ ആളാണ് ഇയാൾ. അപ്പോൾ ഇയാളെ എപ്പോഴും ഓരോന്ന് കൊടുത്ത് പ്ലീസ് ചെയ്യിപ്പിക്കുക, അങ്ങനെ ഇവരുടെ എന്തെങ്കിലും ഒരു കാര്യം നടനൊക്കെ തന്നെ ഇയാളുടെ ഒരു അനുവാദം വേണം. അതുകൊണ്ട് തന്നെ ഇയാളെ ഏറ്റവും നല്ല രീതിയിൽ സുഖിപ്പിച്ച് കൊണ്ട് നടക്കുക എന്നുള്ളതായിരുന്നു ഈ ഗ്രാമവാസികൾ. അവർ പാവങ്ങളാണ്, അവർക്ക് അല്ലാതെ ഒരു രക്ഷയില്ല. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഹൈപ്പർ ക്ലാസിൻ്റെ രൂപമായിട്ട് നൈക്ക എന്ന് പറയുന്ന ഒരു വില്ലേജ് ഹെഡ്മാൻ, അതായത് വില്ലേജിലെ ഗ്രാമത്തലവൻ, അതേപോലെ റിബിനി എന്ന് പറയുന്ന റവന്യൂ ഇൻസ്പെക്ടർ, അതേപോലെ ബാരിക് എന്ന് പറയുന്ന വില്ലേജ് വാച്ച്മാൻ, ഇതൊക്കെ അവിടെ സിവിൽ അതായത് ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരായിട്ട് ഈ ഒരു ആൾക്കാരുടെ മേൽ ഡോമിനേഷൻ വരുന്ന ആൾക്കാരായിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ സുക്രുജാനിക്കും അതേപോലെ തന്നെ കുറച്ച് ഭൂമി ഫോറസ്റ്റ് വെട്ടിങ്ങാണ്ട് ആവശ്യമുണ്ടായിരുന്നു. അതായത് ഇവർക്ക് അഗ്രികൾച്ചർ കൃഷി നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോറസ്റ്റ് ഗാർഡിന് 2 ഫാറ്റ് ആയിട്ടുള്ള ഹെൻസിനെയും 3 ബിഗ് ജാക്ക് ഫ്രൂട്ട്സൊക്കെ കൊടുത്തുങ്ങാണ്ട് ആ ഒരു ഫേവർ നേടി. അങ്ങനെ സുക്രുജാനി അങ്ങനെ അയാൾ വിചാരിച്ച കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തുങ്ങാണ്ട് ഫോറസ്റ്റ് കുറച്ച് സ്ഥലം വെട്ടിങ്ങാണ്ട് അദ്ദേഹത്തിൻ്റെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. പിന്നെ അതേപോലെ തന്നെ റെങ്കുപരജ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ മകനാണ് ബംഗ്ല. ഈ ബംഗ്ലയുമായിട്ട് ജിലി കമ്മിറ്റഡ് ആണ്. അതായത് നമ്മുടെ പ്രൊട്ടോഗണിസ്റ്റായ സുക്രുജാനിൻ്റെ മകളായ ജിലി. അതേപോലെ മകനായ മാൻഡിയ ഈ ജിലിയുടെ ഫ്രണ്ടായ ഖജോഡിയയുമായിട്ട് കമ്മിറ്റഡ് ആണ്. അവർ വിവാഹം കഴിക്കാൻ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഫോറസ്റ്റ് ഗാർഡിന് ഈ ഒരു പെൺകുട്ടിയോട്, അതായത് ഈ ജിലിനോട് ഭയങ്കര താല്പര്യം തോന്നുകയും അപ്പോൾ ആ താല്പര്യം ഒരു കൗപ്പരാജ എന്ന് പറയുന്നൊരു മെസ്സഞ്ചർ വഴി ഫോറസ്റ്റ് ഗാർഡ് നമ്മുടെ സുക്രുജാനിനോട് പറയും. അതായത് മകളോട് താല്പര്യമുണ്ട്, മകളെ കാഴ്ചവെക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പോൾ സുക്രുജാനി അതിനെ ഒഫൻഡ് ചെയ്യും, അയാൾ അതിന് സമ്മതിക്കൂല. അതിൻ്റെ ദേഷ്യത്തിൽ ഓൾറെഡി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചക്കയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഫോറസ്റ്റ് കൃഷി ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ അതിൽ നിന്ന് പിന്മാറും ഈ ഫോറസ്റ്റ് ഗാർഡ്. എന്നിട്ട് ഇയാൾക്കെതിരെ കേസും കൊടുക്കും. കേസ് കൊടുത്തിട്ട് അപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ഇയാൾ പിഴ അടക്കണം എന്ന രീതിയിൽ ഒരു നിയമം വരും ഗവൺമെൻറ് അതോറിറ്റികളുടെ ഭാഗത്തു നിന്നും. അപ്പോൾ ഇയാളെ സംബന്ധിച്ച് അത് അത്രയും ബുദ്ധിമുട്ടായിരുന്നു, ഒരിക്കലും കഴിയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നാട്ടിലുള്ള ഒരു രാമചന്ദ്ര ബിസോയ് എന്ന് പറയുന്ന ഒരു പലിശക്ക് പൈസ കൊടുക്കുന്ന അത്യാവശ്യം എല്ലാവരും അയാൾക്ക് ക്യാഷ് വാങ്ങും. അയാളാണെങ്കിൽ ഭൂമി ഒക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരു വൃത്തിയിട്ട മനുഷ്യനാണ്, പക്ഷെ അയാളെ കയ്യിൽ ക്യാഷ് ഉള്ളൂ. അപ്പോൾ അയാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും. അതിന് പകരമായിട്ട് പിന്നീട് വരുന്ന കാര്യങ്ങൾ കാരണമാണ് ഇവരുടെ ലൈഫ് ആകെ ഒരു ഹൊറിബിൾ അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രാമചന്ദ്ര ബസായിൻ്റെ അടുത്ത് അയാളെ കയ്യിൽ നിന്ന് ക്യാഷ് കടം വഹിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് അയാൾ ക്യാഷ് തരുമ്പോൾ നമ്മൾ സ്വയം അവിടെ ഒരു അടിമയായിട്ട് നമ്മളെ തന്നെ പണയം വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതിന് ഗോട്ടി എന്നാണ് പറയാം. അപ്പോൾ അവിടെ ഒരു ഗോട്ടിയായി നിൽക്കണം എന്നുള്ളതാണ് ഈ ഒരു പൈസ തിരിച്ചു കൊടുക്കുന്നത് വരെ. അപ്പോൾ അതല്ലാതെ അവർക്ക് വേറെ യാതൊരു വഴിയില്ല. അവർക്ക് ആ വീട്ടിൽ തന്നെ ഒരു അടിമയെങ്ങാണ്ട് നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്.
അപ്പോൾ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ സുക്കർജാനിയുടെ മകനായിട്ടുള്ള മാൻഡിയക്ക് കജോഡിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രൈഡൽ മണി കൊടുക്കണം. അതായത് വധുവിന് പൈസ കൊടുത്താലുള്ള വിവാഹം നടക്കുക. അപ്പോൾ ആ സമയത്ത് അത് നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ അച്ഛൻ അവിടെ അങ്ങനെ ആയി. അപ്പോൾ വേറെ വഴികളൊന്നും ഇപ്പോൾ അവരുടെ മുന്നിലില്ല. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ട് ചാരായം കടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പിടിക്കപ്പെടുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ഇതേപോലെ വലിയൊരു എമൗണ്ട് അയാൾക്കും അടക്കേണ്ടി വരികയും ചെയ്യാണ്, മോനും അടക്കേണ്ടി വരികയും ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ തന്നെ രാംബസോയിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും ക്യാഷ് കടം മേടിക്കേണ്ടി വരുന്നു. അതോടുകൂടി അച്ഛനും മകനും അവിടെ ഇയാളുടെ അടിമയായി മാറുകയാണ് ചെയ്യുന്നത് രാംബസോയുടെ. അതോടുകൂടി വീട്ടിലുള്ള ജിലിയുടെയും ബിലിയുടെയൊക്കെ അവസ്ഥ വളരെയധികം പരിതാപകരമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജിലി എന്ത് ചെയ്യും, ഈ രാംബസോയിനോട് ഒരു അവളുടെ നിവൃത്തികേട് കൊണ്ട് എന്തോ പിന്നീട് അവളുടെ വിവാഹമൊക്കെ ബംഗ്ലയുമായിട്ടുള്ള വിവാഹം മുടങ്ങും. അപ്പോൾ ഈ രാംബസോയിൻ്റെ കൂടെയാണ് പിന്നീട് താമസിക്കുന്നതൊക്കെ. അങ്ങനെ രാംബസോയിൻ്റെ വീട്ടിലേക്ക് പോയി താമസിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാംബസോയിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അയാൾ പരജ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുടെ ഏറ്റവും ഓപ്പോസിറ്റായ രീതിയിലാണ്. അതായത് ഈ ആൾക്കാരുടെയൊക്കെ ക്യാഷും ഒക്കെ ഇതേപോലെ കടം കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്ത ആ ഭൂമിയും കാര്യങ്ങളൊക്കെ ഇയാൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അയാളുടെ വെയർ ഹൗസിൽ ഇഷ്ടം പോലെ പത്തായത്തിന് ഇഷ്ടം പോലെ ഗ്രെയിൻസ് ഉണ്ട്. അതേപോലെ വളരെ റിച്ചാണ്, അദ്ദേഹത്തിന് വാഹനങ്ങളുണ്ട്. അങ്ങനെ ജിലി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അപ്കമിങ് ബ്രൈഡ് എന്നുള്ള രീതിയിൽ അവിടെ താമസം തുടങ്ങി. കജോഡിയ എന്ന് പറയുന്ന അതായത് മാൻഡിയെ വിവാഹം കഴിക്കാൻ വെച്ചിരുന്ന അവനിപ്പോൾ ഒരു ഗോട്ടി ആയതിനാൽ ആ വിവാഹം മുടങ്ങി. ഇപ്പോൾ ജിലി വിവാഹം കഴിക്കാൻ കരുതിയിരുന്ന ബംഗ്ലയും കജോഡിയയും തമ്മിലാണ് ഇപ്പോൾ ബന്ധമുള്ളത്. അപ്പോൾ അവർ തമ്മിലാണ് ഇപ്പോൾ കണക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഈ സുക്രജാനി ഈ പറയുന്ന പോലെ സഹുക്കാറിനോട് ഈ സഹുക്കാറിനും പറയുന്നുണ്ട് കേട്ടോ. ഈ രാംബസോയിനെ, അതായത് സഹുക്കാർ രാമചന്ദ്ര ബൊസായ് എന്നാണ് അയാളുടെ പേര്. അപ്പോൾ അയാളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പറയുന്നുണ്ട്, പക്ഷേ അയാൾ ചെയ്യുന്നില്ല. അവിടെ സൂപ്പർവൈസേഴ്സായിട്ട് ഹയർ അതോറിറ്റിയിൽ വരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു നാഥനില്ലാത്ത വീട്ടിലുള്ള സുക്രജാനീൻ്റെ വീട്ടിലുള്ള ഡോട്ടേഴ്സ് ഇയാളുള്ള ബിലിനെ എന്ത് ചെയ്യും, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ സുക്രജാനി എന്ത് ചെയ്യും, അവസാനം അവൻ്റെ ലാൻഡ് റിലീസ് ചെയ്ത് കണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മണി കിട്ടിയിട്ട്. പക്ഷേ സുക്രജാനി മാത്രം ചെയ്യുന്നത്. ബോയ്സിനെ റിലീസ് ചെയ്യുന്നില്ല. 2 ബോയ്സും അവിടെ സ്റ്റക്ക് ആയിട്ടുണ്ട് കേട്ടോ. 2 ആൺമക്കളുണ്ടായിരുന്നു. 2 ആൺമക്കളെയും അവരവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ഗോട്ടിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുക്രജാനി റിലീസാവുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഡോട്ടേഴ്സൊക്കെ മിസ്സിങ് ആക്കാരം. അപ്പോൾ ജിലിയാണെങ്കിൽ രാമചന്ദ്ര സൗക്കാറിൻ്റെ കൂടെ, രാംബസോയ് സൗക്കാറിൻ്റെ കൂടെ താമസം തുടങ്ങിയിട്ടുണ്ടാവും. ഉള്ളത് ബിലിയാണ്. ബിലിനെ കുറിച്ച് പറയുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, നന്ദിപാലി പർജ എന്ന് പറയുന്ന ഒരു നല്ലൊരു വ്യക്തിയായിരിക്കും. അയാൾ ഈ പർജ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾ തന്നെയാണ്. അയാളുടെ കയ്യിൽ ക്യാഷും കാര്യമൊന്നുമില്ല. പക്ഷെ അയാളൊരു ഗേളിനെ മാരി ചെയ്യാൻ ആഗ്രഹിക്കുകയും അങ്ങനെ മാരി ചെയ്യാൻ അയാൾ കൊടുക്കാൻ ബ്രൈഡൽ പേയ്മെൻ്റ് കൊടുക്കാൻ ക്യാഷൊന്നുമില്ല. പക്ഷേ ആരുടെ മകളെയാണ് വിവാഹം കഴിക്കുന്നത് അവരുടെ വീട്ടിൽ ഒരു ഗോട്ടിയായിട്ട് നിൽക്കാനും ജീവിതകാലം കഴിച്ചു കൂട്ടാൻ അയാൾ വില്ലിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ബിലിനെ കാണുകയും സുക്രജാനിൻ്റെ മകളായ ബിലിനെ കാണുകയും സുക്രജാനിൻ്റെ വീട്ടിൽ ഫാദർ ഇൻ ലോനെ സഹായിച്ചുകൊണ്ട് ഒരു ഗോട്ടിയായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് മകളോട് ജിലിയോട് ഭയങ്കര ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സഹുക്കാറിൻ്റെ കൂടെ, അത്രയും വൃത്തികെട്ട ഒരാളുടെ കൂടെയാണ് അവൾ താമസിക്കുന്നത്. പക്ഷേ അതേപോലെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മക്കളായ മാൻഡിയയും തൃക്കരയും അവിടെ അവരുടെ ഗോട്ടിയായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർക്ക് അവിടെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കണം, ബോറോ ചെയ്ത പൈസ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്തിട്ടാണോ അവർ അറസ്റ്റിലായത് വീണ്ടും ആ കാര്യം തന്നെ ചെയ്യണം. അവർ ചാരായം വീണ്ടും അങ്ങനെ ഇല്ലീഗലായിട്ട് മാറ്റുകയാണ്. അപ്പോൾ എന്നിട്ട് ആ ക്യാഷ് ഉണ്ടാക്കിയിട്ട് സൗക്കാറിന് കൊടുത്ത് അവിടുന്ന് അവർ മോചിതരാവുകയാണ്. പക്ഷേ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിബുദ്ധി കാണിച്ചങ്ങാണ്ട് ഇവർ
ക്യാഷ് കൊണ്ട് ആണ്, അതായത് ഇയാളുടെ വീടും സ്വത്തൊക്കെ റോബറി നടത്തിയിട്ടാണ് പിന്നെ ഇവർ പോയിട്ടുള്ളത് എന്ന രീതിയിൽ പിന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതോടുകൂടി പോലീസ് വീണ്ടും ഇവരെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിൽ എന്ത് ചെയ്യും, പിന്നെ മാൻഡിയെ എന്ത് ചെയ്യും, ദേഷ്യം കാരണം പിന്നെ അതായത് ഈ ഒരു കോർട്ടിൽ ഒരു കേസ് പോവുകയാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരായതുകൊണ്ട് പിന്നെ അവരുടെ ഭാഗം കേൾക്കാൻ പോലും പ്രോസിക്യൂഷൻ വിളിച്ചില്ല എന്നാണ് പറയുന്നത്. അതിനെയൊക്കെ ആ ഒരു കേസ് തന്നെ ഇല്ലാത്ത രീതിയിൽ ആക്കി. അപ്പോൾ എന്ത് ചെയ്തു, സുക്രജാനിയും ഫാമിലിയും ഈ സൗക്കാർ കാരണം ഇത്രത്തോളം ചതിക്കപ്പെട്ടത് കൊണ്ട് പിന്നെ മാൻഡിയെ എന്ത് ചെയ്യും, അതായത് അയാളുടെ മകൻ എന്ത് ചെയ്യും, നിക്കക്കള്ളിയില്ലാതെ സൗക്കാറിനെ ആക്സ് കൊണ്ട് വെട്ടും. അതേപോലെ ബ്രദറും ഫാദറും അതിന് വിറ്റ്നസ്ഡ് ആയിട്ട് അക്കമ്പനി ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഈ പിന്നെ ജിലി ആണെങ്കിൽ ഇത് കണ്ട് പേടിച്ചെങ്ങാണ്ട്, അതായത് എന്താണെങ്കിലും പിന്നെ അവളുടെ ഹസ്ബൻഡാണല്ലോ, അപ്പോൾ അവൾ പേടിച്ചെങ്ങാണ്ട് ഓടിപ്പോവുകയും ചെയ്യും. പിന്നെ അതിനുശേഷം ഇവർ 3 പേരും പോലീസിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു ഫാമിലിയെ കംപ്ലീറ്റ്ലി അവിടെ ഡിവാസ്റ്റേറ്റഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു അപ്പർ ക്ലാസ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും പിന്നെ ഇതും കാരണം അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി എൻഡ് ആവുന്നത്. അപ്പോൾ ശരിക്കും ഇതൊക്കെ വളരെയധികം റിലേറ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയൊന്നല്ല, അതൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥകൾ തന്നെയാണ്. അപ്പർ ക്ലാസ്സുകൾ താഴ്ന്ന ജാതിക്കാരെ എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൽ സ്റ്റോറി ആയിട്ട് വരുന്നത്. പർജ എന്ന് പറയുന്നത് പിന്നെ സ്റ്റോറി ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്ന നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി തന്നെയാണ്.